ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു 3 days ലെഫ്റ്റ് പ്രൊമോ വന്നിട്ടുണ്ട്. അതിലാരൊക്കെയോ കുത്തി പറയുന്ന പോലെ തോന്നി അല്ലേ? അതെ, കുറച്ച് പേരൊക്കെ ഒന്ന് ട്രോളിക്കൊണ്ടാണ് ഈ വീണ്ടും ഒരു പ്രൊമോ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബിഗ് ബോസ് ഹിന്ദി എപ്പോ തുടങ്ങും ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. എൻ്റെ പേര് ഷഹീർ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമല്ല സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ 7 മണിക്ക് പ്രൊമോ വന്നു. ബിഗ് ബോസിന്റെ 3 days ലെഫ്റ്റ് പ്രൊമോയാണ്. അതിൽ 3 പേരെ ട്രോളിക്കൊണ്ടാണ് വരുന്നത്. അതിൽ നോറ, ശ്രീതു, റോക്കിയനൊക്കെ ഇതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടി എന്നിട്ട് ഭയങ്കര കരച്ചിലും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അത് നമ്മുടെ നോറേനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം എന്താണ് ശ്രീതുവിന് ഒരു പെൺകുട്ടി ഭയങ്കരമായിട്ട് ക്യൂട്ട്നെസ് ഇങ്ങനെ വാരി എറിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അത് നമ്മുടെ ശ്രീതുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു ആൺകുട്ടി വന്നിട്ട് എന്താ ഒരു പഞ്ചൊക്കെ ഇങ്ങനെ കയ്യിലൊക്കെ ഇടിക്കുകയാണ്. അത് നമ്മുടെ റോക്കിയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ 3 പേരെ ട്രോളിക്കൊണ്ട് ഒരു പ്രൊമോ ആണ് ഇന്നും വന്നിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു 2-3 ദിവസമായിട്ട് കഴിഞ്ഞ സീസണിൽ ആൾക്കാരെ ട്രോളിക്കൊണ്ടാണ് പ്രൊമോ വന്നിരിക്കുന്നത്. അപ്പൊ ഇനി 3 ദിവസം കൂടെ ഉള്ളൂ. പിന്നെ നാളെ നമുക്കൊരു ചിലപ്പോൾ നാളെ ഒരു 1 day ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു നല്ല അടിപൊളി പ്രൊമോ ചിലപ്പോൾ നാളെ വരുമായിരിക്കും. നാളെയല്ല, മറ്റന്നാള് ശനിയാഴ്ച. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ ബിഗ് ബോസ് മലയാളം സീസൺ 7 എത്ര കണ്ടസ്റ്റൻസ് ഉണ്ടാവുന്നതാണ്. അത് നമ്മൾ പറഞ്ഞിരുന്നു. 18 പേരാണ്, 20 പേരൊന്നുമില്ല, 18 പേരാണ്. നമുക്ക് നോക്കാം എത്ര പേരുണ്ടാവുമെന്ന്. പിന്നെ നാളെ ഡാൻസ് പെർഫോമൻസ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കണ്ടസ്റ്റൻസിന്റെ ഡാൻസ് പെർഫോമൻസ് നാളെ ഉണ്ടാകും. അതിനുശേഷം 2-ാം തീയതി ആയിരിക്കും എല്ലാവരും വീട്ടിൽ കയറുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നാളെ ഒരു കൺഫേംഡ് ലിസ്റ്റ് വരും. എത്ര പേരുണ്ടാവും, ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത് നാളെ കൺഫേംഡ് ആയിട്ട് ഒരു വീഡിയോ വരുന്നതാണ്. പിന്നെ ബിഗ് ബോസ് മലയാളത്തിനെ പറ്റി ഇത്രേ ഉള്ളൂ. പിന്നുള്ളത് നമ്മുടെ ബിഗ് ബോസ് 19 ഹിന്ദി എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞ ഒരു പ്രൊമോ വന്നു ബിഗ് ബോസിന്റെ. അതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ അറിഞ്ഞത് ബിഗ് ബോസ് ഹിന്ദി ഒരു പൊളിറ്റിക്കൽ തീമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബിഗ് ബോസ് ഹിന്ദി ഓഗസ്റ്റ് 24 തുടങ്ങാൻ പോകുന്നത്. ഡേറ്റ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഓഗസ്റ്റ് 24 കാണിച്ചിട്ടുള്ളൂ. പിന്നെ ടൈം ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. 10:00 കളേഴ്സിലും 9 മണിക്ക് ജിയോ ഹോട്ട്സ്റ്റാറിലാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 24 ബിഗ് ബോസ് ഹിന്ദിയും തുടങ്ങുകയാണ്. പിന്നെ ഇന്നലെ റോബോട്ടിന്റെ ഒരു കേസ് പറഞ്ഞിരുന്നു. അത് കൺഫേംഡ് ഉറപ്പില്ല കേട്ടോ. കാരണം നമുക്ക് പറയാൻ പറ്റൂല. കണ്ടസ്റ്റന്റ് ആയിട്ട് റോബോട്ട് നമ്മുടെ CID രാംദാസ് പോലത്തെ ഒരു സംഭവമായിരിക്കും. ഒരു NPC ക്യാരക്ടർ ആയിരിക്കും, NPC ആയിരിക്കും ഉള്ളത്. നോൺ പ്ലെയർ ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഒന്നുമില്ല. ഈ 3 days ലെഫ്റ്റ് പ്രൊമോസ് എനിക്കൊരു സുഖമായിട്ട് തോന്നുന്നില്ല. കഴിഞ്ഞ സീസണിലൊക്കെയാണ് ഒരു നല്ല അടിപൊളി പ്രൊമോ ആയിരുന്നു. 5th ആണെങ്കിൽ ഒരു ക്ലൂ ഒക്കെ ഇട്ടാന്ന്, ഒരു വൂഷും ഉണ്ടാവും, ഒരു നല്ല ശക്തിയുള്ള ഒരാളുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രൊമോ വന്നു. പക്ഷെ ഇതുപോലെ ഒരു ക്ലൂ ഒന്നും തരുന്നില്ല. ക്ലൂ ആയിട്ട് ഒരു സംഭവം തരുന്നില്ല. അപ്പൊ എനിക്കത് കണ്ടപ്പോൾ എനിക്കൊരു എന്ത് ഈ പ്രൊമോ ഇങ്ങനെ എന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ അപ്പൊ ഇത്രേ ഉള്ളൂ. വേറെ അപ്ഡേറ്റ് ഒന്നുമില്ല. പിന്നെ കോമണറുടെ കേസ് ഒന്നും അറിയത്തില്ല ആരൊക്കെയാണെന്ന്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മെയിൽ കോമണർ വരണമെന്നാണ്. മെയിൽ കോമണർ വരണം, ഒരു ഫീമെയിൽ കോമണറും. ഇങ്ങനെ 2 പേര് വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ അപ്പൊ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നും ഇല്ലാന്നാണ് എൻ്റെ ഒരു ഇതില്. അപ്പൊ ഇന്നലെ ഞാൻ വീടിനെ പറ്റി ഒരു വീഡിയോ ഒക്കെ കിട്ടുമല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. വീടിന്റെ ഫോട്ടോസ് മറ്റന്നാൾ വരുമായിരിക്കും. മറ്റന്നാൾ മോർണിംഗ് തന്നെ വരുമായിരിക്കും. നമുക്ക് നോക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും, പുതിയൊരു അപ്ഡേറ്റ് ആയി വരുന്നതായിരിക്കും. ബൈ.